സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നോ? നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നൽകുന്ന സന്ദേശങ്ങളെ ഈ രീതിയിൽ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഒരുക്കമാണല്ലോ? സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 1 കൊരിന്ത്യർ 7:2 മുതൽ, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് തികച്ചും വ്യക്തിപരമാണ്. നിനക്ക് സ്വന്തം ഭർത്താവ്, സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കട്ടെ. വചനപ്രകാരം ഭാര്യയുടെ ശരീരത്തിന്മേലുള്ള അധികാരം ഭർത്താവിനാണുള്ളത്. ഭർത്താവിൻ്റെ ശരീരത്തിന്മേലുള്ള അധികാരം ഭാര്യയ്ക്കുമുണ്ട്. നോക്കൂ, ദൈവം എത്ര ചേർത്ത് വെച്ചിരിക്കുന്നറിയാമോ? നിന്റെ ശരീരത്തിന്മേൽ നിനക്കല്ല അധികാരമുള്ളത്, അവളുടെ ശരീരത്തിന്മേൽ അവൾക്ക് അധികാരം ഇല്ല. പിന്നെ എൻ്റെ ഇഷ്ടം എന്ന് എന്തുകൊണ്ട് പറയുന്നു? എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും, ഞാൻ ഇഷ്ടമുള്ളത് കഴിക്കും, ഞാൻ ഇഷ്ടമുള്ളിടത്ത് പോകും. എന്താണ്? അത്രത്തോളം ഒരുമനപ്പെടുത്തിയാണ് കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. നിനക്കിഷ്ടമുള്ളതല്ല നീ ചെയ്യേണ്ടത്, നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യണം, നിന്റെ ഭർത്താവിന് ഇഷ്ടമുള്ളത് നീ ചെയ്യണം. അതാണ് യഥാർത്ഥമായ സ്നേഹം. അതല്ലാതെ കല്യാണത്തിന് മുൻപ് വലിയ സ്നേഹം, അതിനുശേഷം എന്താണ്? ശത്രുക്കളാകുന്നു. വിവാഹം എന്നത് എത്ര ശ്രേഷ്ഠകരമായ ബന്ധമാണെന്ന് നോക്കുക. ഇനിയും ഒരു വചനം പറയുന്നു, നിങ്ങൾ പരസ്പരം വേർപെട്ടിരിക്കരുത്. ഇനിയൊരു വാക്യം കാണാൻ കഴിയും മത്തായിയുടെ 3-ാം പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. എന്താണ്? ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ പുരുഷൻ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? കർത്താവ് പറഞ്ഞ വാക്കുകളാണിത്. അതുകൊണ്ടാണ് വിവാഹബന്ധം എത്ര ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിവാഹം ചെയ്യാത്തതായ ആളുകൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വിവാഹം ചെയ്യേണ്ടതാണ്. ചിലർ പറയും വിവാഹത്തിന് ശേഷം എല്ലാം ശരിയാകുമെന്ന്. അങ്ങനെയല്ല, എല്ലാം ശരിയാവുകയില്ല. വിവാഹത്തിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ ഹിതം നീ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ചോദിക്കണം. മാതാപിതാക്കളുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ വിവാഹം നടക്കണം. അപ്പോൾ മാത്രമേ അത് അനുഗ്രഹമാകുകയുള്ളൂ. കാരണം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ബന്ധമാണത്. വീട് ഇഷ്ടമല്ല എങ്കിൽ 6 മാസത്തിന് ശേഷം മാറാൻ കഴിയും. ബൈക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറൊന്ന് വാങ്ങിക്കുവാൻ കഴിയും. വസ്ത്രം ഇഷ്ടമല്ല എങ്കിൽ വേറൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം. എന്നാൽ ഭാര്യയെയും ഭർത്താവിനെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് വിവാഹത്തിന് മുൻപ് ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കണം. വിവാഹത്തിന് മുൻപ് നീ യേശുവിൻ്റെ ഹിതത്തിൻ പ്രകാരം ജീവിച്ചില്ല എങ്കിൽ വിവാഹത്തിന് ശേഷമാണെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കണം. ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതിനു വേണ്ടി അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. വിവാഹത്തിന് ശേഷം ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ വിട്ടുപിരിയുവാൻ പാടില്ല. എൻ്റെ പ്രസംഗം ഇതോടെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞവരോടുള്ള പ്രസംഗം കഴിഞ്ഞു. വിവാഹം കഴിയാത്ത വ്യക്തിയുടെ ഹൃദയം ഈ സമയത്ത് ഡും 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 ഡും. വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയാണ്, വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ഇത്രത്തോളം പ്രശ്നമുണ്ടെങ്കിൽ എന്തിനാണ് ദൈവമേ വെറുതെ വിവാഹം കഴിക്കുന്നത്? എന്തിനാണ് അപകടത്തിൽ ചാടുന്നത്? നാം പറയുകയല്ല, കർത്താവിനോട് തന്നെ ചോദിച്ചു. വായിക്കാം. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങൾക്ക് വിവാഹമൊന്നും വേണ്ടേ. ഇത്രമാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, കുടുംബജീവിതത്തിലുണ്ടാകുന്നെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വിവാഹം കഴിക്കാതെ തന്നെ വിവാഹം കഴിച്ച ആളുകളെ നോക്കി ചേച്ചേ എന്തിനാണ് വെറുതെ അപകടത്തിൽ കുടുക്കിൽപ്പെടുന്നത് എന്ന് പറയാറുണ്ട്. വിവാഹം കഴിഞ്ഞ ആളുകളുടെ ജീവിത രീതി അത്രത്തോളം മനോഹരമായിരിക്കുന്നു. അവരുടെ മക്കൾ പോലും അവരെ അംഗീകരിക്കുന്നില്ല. വെളിയിലുള്ള ആളുകളല്ല പറയുന്നത്, സ്വന്തം മക്കൾ തന്നെയാണ് അവർക്കെതിരായിട്ട് പറയുന്നത്.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും തീരുമാനിക്കുവാൻ പാടില്ല. ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ലോകത്തിൽ ആരും തന്നെ വിവാഹം കഴിക്കുന്നില്ല എന്ന് സങ്കല്പിക്കുക. ഇന്നു മുതൽ ഒരു 50 വർഷത്തേക്ക് ലോകത്തിൽ ആരും വിവാഹം കഴിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പ്രായം എത്രയാവും? നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക, മക്കളുടെ കാര്യം കണക്ക് കൂട്ടുക. അപ്പോൾ ഈ ലോകത്തിൽ മുഴുവൻ എങ്ങനെയുള്ള വ്യക്തികളായിരിക്കും? എല്ലാവരും വൃദ്ധന്മാരായിരിക്കും. എല്ലാവരും പ്രായമുള്ളവരായിരിക്കും. കൊച്ചുകുട്ടികളാരും കാണുകയില്ല. 50 വയസ്സിന് താഴെയുള്ളതായ ആരും തന്നെ, യൗവനക്കാരോ കുഞ്ഞുങ്ങളോ ആരും കാണുകയില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും പറയുക? വരണ്ടുണങ്ങിയ മരുഭൂമി പോലെയായിരിക്കും. അപ്പച്ചനും അമ്മച്ചി നോക്കിയിരുന്ന് ചിരിക്കുക തന്നെയാ. എന്താണ്? ഭൂമി മുഴുവൻ നിറയാൻ ദൈവം പറഞ്ഞപ്പോൾ ഈ വീട് പോലും നിറയ്ക്കുവാൻ കഴിയുന്നില്ല. പുതിയ വീടുകൾ പണിയുന്നില്ല. എന്തുകൊണ്ടാണ്? ആർക്കു വേണ്ടിയാണ് വെറുതെ പണിതിടുന്നത്? കൊച്ചുകുട്ടികൾ ജനിക്കുകയില്ലല്ലോ. ലോകം മുഴുവനും ശൂന്യമാകാനിടയാകും. വീടുകളെല്ലാം കാലിയാകാനിടയാകും. ലോകത്തിൽ കുറെ നാളത്തേക്ക് വിവാഹമെന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അവസാനം മനുഷ്യകുലം തന്നെ അസ്തമിച്ചില്ലാതെയാകും. ചില മൃഗങ്ങൾക്ക്, ചില ജന്തുക്കൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ്? അവർ പുതുതായിട്ട് ഉണ്ടാകുന്നില്ല. അതുപോലെ ലോകത്ത് കുറെ നാളത്തേക്ക് വിവാഹമില്ലാതിരിക്കുമ്പോൾ മനുഷ്യന് എന്തു പറ്റുന്നു? എന്നാണ് സംഭവിക്കുന്നത്? നശിച്ചു പോകുന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾ ഫലം കായ്ക്കുക, നിങ്ങൾ വർദ്ധിച്ച് ഭൂമിയെ നിറയ്ക്കുക എന്ന് പറഞ്ഞു. പ്രപഞ്ചത്തിന്റെ 1/3 ഭാഗം വെള്ളമാണ്. ബാക്കിയുള്ള സ്ഥലത്താണ് കരയായിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ? ലോകത്തിലുള്ള മൊത്തം മനുഷ്യർ ആ ഭാഗത്തിൽ കൂടി ഇപ്പോഴും ജീവിക്കുന്നില്ല. ബിൽഡിംഗ് കെട്ടി ഉയർത്തുകയല്ലാതെ വശങ്ങളിലേക്ക് അവർ പോകുന്നില്ല. ഇപ്പോഴുള്ള കരഭൂമിയുടെ 1/3 ഭാഗം പോലും ജനം ഇപ്പോഴും കൈവശമാക്കിയിട്ടില്ല. പട്ടണങ്ങളിൽ ജനം അടുത്തടുത്ത് താമസിക്കുന്നു. കുറെ ദൂരത്തെ ഗ്രാമങ്ങളിൽ ചെന്നാൽ അവിടെ ജനമൊന്നും കാണുകയില്ല. നിങ്ങളത് കണ്ടിട്ടില്ലേ? ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല. വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത്, കുടുംബമായി ജീവിക്കാതെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. നമുക്ക് വായിക്കാം. അവനവരോട് വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടി നീ നാസീർ വ്രതം അനുഷ്ഠിക്കണം. നീ സ്ത്രീയെ തൊടുവാൻ പാടില്ല. എനിക്ക് വേണ്ടി നീ വേർതിരിക്കപ്പെട്ട് എൻ്റെ നാമത്തിനു വേണ്ടി നീ ജീവിക്കണമെന്ന് കർത്താവ് കോടിക്കണക്കിന് ആളുകളിൽ 1-2 പേരെ മാത്രമാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതല്ലാതെ വിവാഹം ചെയ്യുവാൻ പാടില്ല എന്ന് കർത്താവ് എല്ലാവരോടും പറയുന്നില്ല. ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് പിന്നെ എങ്ങനെയാണ്? അത് ദൈവത്തിന്റെ വരമുള്ളവർ മാത്രം ചെയ്യേണ്ടതാണ്. ശരിയാണ്, നല്ലതാണ്. വീണ്ടും 7-ാം അധ്യായത്തിലേക്ക് പോകാം. ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, നല്ലതാണ്. അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതത്ര എളുപ്പമല്ല. വിവാഹം കഴിഞ്ഞവർ തന്നെ ഭർത്താവിനോട്, ഭാര്യയോട് സുഖത്തോടെ ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പരസ്ത്രീയുമായി, പരപുരുഷനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത്രത്തോളം നാശകരമായ ഈ ലോകത്തിൽ നീ വിവാഹം ചെയ്യാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടമാണ്. അതുകൊണ്ട് പറയുന്നു, നിനക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടാകട്ടെ, നിനക്ക് ഭാര്യ ഉണ്ടാകട്ടെ എന്ന്. എന്താണ്? നീ വിവാഹം ചെയ്യാതെ എത്രത്തോളം നല്ല വ്യക്തിയായിട്ട് ജീവിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ ചിന്തിച്ചാലും, ഡ്രൈവിംഗ് നോക്കൂ, എത്ര നല്ല ഡ്രൈവർ ആണ് എങ്കിലും, നമ്മൾ എത്ര ജാഗ്രതയോടെ വണ്ടി ഓടിച്ചാലും ശരി, എത്ര ജാഗ്രതയോടെ വണ്ടി ഓടിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആണെങ്കിലും എതിരെ വരുന്ന വണ്ടി ശരിയല്ല എന്നുണ്ടെങ്കിൽ വന്ന് ഇടിക്കുവാനിടയാകും. നീ എത്ര നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഡ്രൈവറാണെങ്കിലും, നീ പതിയെ പോകുന്ന വ്യക്തിയാണെങ്കിലും, അപ്പോൾ സ്പീഡിൽ വന്ന് ഒരുവൻ ഇടിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അപകടം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നീ എത്ര നല്ല വ്യക്തിയാണെങ്കിലും വിവാഹം കഴിക്കാതെ ഇരിക്കുന്നതായ സമയത്ത് മറ്റുള്ളവർ വെറുതെ ഇരിക്കുമാ. നിന്റെ വിവാഹം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. 100 കണക്കിന് ആളുകൾ ചോദിക്കത്തില്ലേ? 100 കണക്കിന് ആളുകൾ നിന്നെ പരിശോധനയിൽ അകപ്പെടുത്തുകയില്ലേ? കാമമുള്ളവനായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ലൈംഗികത എന്ന് പറഞ്ഞത് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതാണ്. ദൈവം വിശുദ്ധീകരിച്ച് തന്നിരിക്കുന്നതാണ് ലൈംഗികത. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വികാരങ്ങൾ, അത് ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സന്തോഷത്തെപ്പോലെ, സമാധാനത്തെപ്പോലെ, നമുക്കുണ്ടായിരിക്കുന്ന ആഗ്രഹത്തെപ്പോലെ, ഇഷ്ടങ്ങളെപ്പോലെ. കുടുംബജീവിതം എന്ന് പറഞ്ഞത്, കുടുംബജീവിതത്തിലെ അനുഗ്രഹം, സന്തോഷമെന്ന് പറയുന്നത്, അതിനോട് കൂടെ ദൈവം നൽകിയിരിക്കുന്നതായ വിശുദ്ധമായ ഉള്ള ഒരു സന്തോഷമാണ്.
ദൈവം മനുഷ്യന് അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സന്തോഷമാണ്. എന്നാൽ അതിനെ പിശാച് തെറ്റിദ്ധരിപ്പിച്ച് അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു, മനുഷ്യനെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ തെറ്റായ രീതിയിൽ അവരുടെ ശരീരങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരീരത്തിന്റെ മോഹങ്ങളെ, ഇഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം ചെയ്ത ആളുകളെ കാണുമ്പോൾ ചില ആളുകൾക്ക് വളരെ ദുഃഖമുണ്ടാകും. നോക്കൂ, അവർ കുടുംബമായിട്ട് ജീവിക്കുന്നു, എനിക്കാണെങ്കിൽ വിവാഹം ഇനിയും കഴിഞ്ഞിട്ടേ ഇല്ല, എൻ്റെ വിവാഹം എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കുന്നത്. ഒരു പെണ്ണ് ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് വീട്ടിൽ വരുവാൻ ഇടയായി. ആ വീട്ടിൽ വേറെയും പെൺകുട്ടികൾ ഉണ്ട്. മാതാപിതാക്കൾ ബാക്കിയുള്ളവരുടെ വിവാഹം കഴിച്ചയപ്പിച്ചു. ബാക്കിയുള്ള ചേട്ടത്തിയും അനിയത്തിയും എല്ലാം വിവാഹം കഴിച്ചുപോയി. ഭർത്താവ് ഉപേക്ഷിച്ച പെൺകുട്ടി മാത്രം ഇവിടെ നിൽക്കുന്നു. ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് എല്ലാവരും കുടുംബമായിട്ട് വരുവാൻ ഇടയാകുന്നു. ഈ പെണ്ണ് മാത്രം എപ്പോഴും ദുഃഖിച്ചിരുന്ന് കരയുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് എനിക്കും ഭർത്താവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ ഇടയായി. പഞ്ചായത്തിന്റെ ആവശ്യം വന്നില്ല, ആരും ഒത്തുതീർപ്പിന്റെ ആവശ്യം വന്നില്ല, എനിക്ക് സ്വന്തം ഭർത്താവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരികെ പോകാനിടയായി. ദൈവമേ, ഇപ്പോഴാണ് അവൾക്ക് ജ്ഞാനമുണ്ടായത്. അവസാന കാലത്ത് നിന്നെ നോക്കുവാൻ നിന്റെ സ്വന്തം ഭർത്താവും നിന്റെ സ്വന്തം ഭാര്യയും ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ കുടുംബത്തോടൊപ്പം നീ ആയിരിക്കണമെന്ന് വചനം പറയുന്നു. വിവാഹം മാധുര്യമായതാണ്, കുടുംബം മധുരകരമാണ്. അതുകൊണ്ട് അത് വേണ്ടെന്നാരും പറയരുത്. 7:26 മുതൽ. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്നു എന്നെനിക്ക് തോന്നുന്നു. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ? വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യ ഇല്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത്. ചില കഷ്ടങ്ങളുണ്ട്, കുടുംബജീവിതത്തിൽ കഷ്ടതയുണ്ട്. കുഞ്ഞുങ്ങളെ വേദനയോടെ പ്രസവിക്കേണ്ടി വരും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയേണ്ടി വരും. കുടുംബജീവിതത്തിൽ അങ്ങനെ കഷ്ടതയുണ്ട്. എന്നാൽ വിവാഹം കഴിയാത്തവന് അങ്ങനെയൊന്നുമില്ല. ഭാര്യയ്ക്ക് പ്രസവവേദന ഉണ്ടാകുമ്പോൾ ഭർത്താവിന് നെഞ്ചിന് വേദന ഉണ്ടാകും. അയ്യോ, എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ പറയും, ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ ഭാര്യ പ്രസവവേദനയിലാണ്. അയ്യോ, എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് ലേബർ റൂമിൻ്റെ വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഞ്ചും തപ്പിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. ഇവന് നെഞ്ചുവേദന, അകത്ത് ഭാര്യയ്ക്ക് പ്രസവവേദന. അങ്ങനെയാണ്. അങ്ങനെ ശാരീരികമായ വേദനകൾ ഉണ്ടാകും. എത്ര സമയമാണ് ആ വേദന? പ്രസവവേദന ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും അമ്മ പറയുന്നുണ്ടോ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന്? എത്ര തന്നെ വേദന അനുഭവിക്കേണ്ടി വന്നാലും ആ വേദനയോടുകൂടി കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ അമ്മയുടെ മനസ്സ് നിറയാനിടയാകും. ആ കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷിക്കുവാനും വേദന മറക്കാനുമിടയാകും. അതാണ് കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ സന്തോഷമുണ്ട്. കുടുംബ വ്യവസ്ഥിതി തന്നെ ദൈവമാണ് ഏർപ്പെടുത്തിയത്. നാം അത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ദൈവം നീ ഏകനായിരിക്കുവാൻ പറയുന്നുവെങ്കിൽ അത് ചെയ്യുക. അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ ഹിതമുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം. മറിച്ചാകുന്നു എങ്കിൽ ഒരു വ്യക്തിക്ക് വിവാഹം കഴിയാതെ ജീവിതകാലം മുഴുവനും ജീവിക്കുവാനായിട്ട് കഴിയില്ല. ഓർക്കണം, കുറേ പ്രായം ചെന്നതിന് ശേഷം വിവാഹം ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഓരോരോ സമയത്ത് അത് നടക്കേണ്ടതുണ്ട്. സർക്കാർ ഒരു പ്രായം നിർണ്ണയിച്ചിട്ടുണ്ടാണ്. പണ്ടാണെങ്കിൽ 18, 21 ഇപ്പോൾ 21, 23 അല്പം കൂട്ടിയിട്ടുണ്ട്. സോ ഭരണകർത്താക്കൾ അങ്ങനെയുള്ളതായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച് 21 വയസ്സാകുമ്പോൾ വലിയ പക്വതയുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 25 മുതൽ 28 വരെ, അതാണ് വിവാഹത്തിന് പറ്റിയതായ സമയം. ആണുങ്ങളെ സംബന്ധിച്ച് മാക്സിമം 30 വയസ്സ് വരെ ആകാം, പെണ്ണുങ്ങളെ സംബന്ധിച്ച് 28. അതിനേക്കാൾ കൂടുകയാണെങ്കിൽ നിങ്ങൾ എമർജൻസി ആയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കണമെന്നാണ് പറയുന്നത്. വിവാഹത്തിന് വേണ്ടി പെട്ടെന്ന് ഒരുങ്ങണം. അതല്ലാതെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം സമയം കഴിഞ്ഞു പോകും. ചില സ്ത്രീകളെ 30 വയസ്സിന് ശേഷം വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് നോർമൽ ഡെലിവറി ഉണ്ടാവുകയില്ല, സിസേറിയൻ ചെയ്യേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? അവരുടെ മസിലുകളെല്ലാം ചുരുങ്ങുവാനിടയാകും. അങ്ങനെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്. താമസിച്ച് വിവാഹം കഴിക്കുന്നവർക്ക് അവരുടെ തല നരയ്ക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം LKG UKG പഠിക്കുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെ നോക്കുവാനിടയാകും. അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ മക്കളെ നിറവേറ്റേണ്ടതിനു വേണ്ടി, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതിനു വേണ്ടി ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഇവിടെ 2 വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇന്ന് ലോകത്തിൽ നടക്കുന്നതായ ഏറ്റവും വലിയ പ്രശ്നം കുടുംബ പ്രശ്നമാണ്, വിവാഹത്തെക്കുറിച്ചുള്ള പ്രശ്നമാണ്. ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകളിൽ 800ഓളം ഫോൺ കോളുകൾ കുടുംബ പ്രശ്നത്തെക്കുറിച്ചുള്ളതാണ്. 900ഓളം ഫോൺ കോളുകൾ രോഗങ്ങളെക്കുറിച്ചുള്ളതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. സാമ്പത്തിക ഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾ കേവലം 240 ആളുകൾ മാത്രം ആയിരുന്നു. അതുപോലെ ആത്മീയമായിട്ട് എനിക്ക് വളരണമെന്ന് പറഞ്ഞതായ ആളുകൾ, എനിക്ക് ആത്മീയമായി വളരണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളുകൾ കേവലം 140 ആളുകൾ മാത്രമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ആത്മീയമായി വളർന്നവരാണെന്നാണ് അർത്ഥം.
അല്ല ആത്മീയമായി വളർന്നവരാണോ എന്നത് അവർക്ക് അറിയുകയില്ല. അവരുടെ പ്രശ്നങ്ങൾ എന്താണിപ്പോൾ? രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും പണത്തിൻ്റെയുമാണ്. ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ഭാരങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പറയുമ്പോൾ ഇവർക്കെല്ലാവർക്കും ആത്മീയമായി വളരേണ്ടത് അത്യാവശ്യമാണ്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കലും കുടുംബ പ്രശ്നമല്ല, മറിച്ച് ആത്മീയ പ്രശ്നം ആണ്. എന്താണ്? രക്ഷയും മാനസാന്തരവും ഇല്ലാത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ രോഗം മാറും, ദുഃഖം മാറും, കുടുംബങ്ങൾ പണിയപ്പെടുവാനുമിടയാകും, സമാധാനം ലഭിക്കുകയും ചെയ്യും. വിവാഹം കഴിഞ്ഞവരെല്ലാം ഒന്ന് കരമുയർത്താമോ? ഓക്കെ, വിവാഹം കഴിക്കാത്ത ആളുകൾ ഇനി കരമുയർത്തിക്കാട്ടെ. എന്താണിത്? ഇത്രയും ആൾ വിവാഹം കഴിക്കാത്തവരാണോ? കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ വിവാഹം കഴിച്ചവർ. നിങ്ങളെ ഞാനിപ്പോൾ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ ഭയപ്പെടുന്നുണ്ടോ എന്നതല്ല എൻ്റെ വിഷയം. ദൈവം എന്നോട് പറയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു. നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയും, വിവാഹത്തിൻ്റെ വില മനസ്സിലാക്കാനും കഴിയും. കുടുംബത്തിൽ കൂടി ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എത്രയോ അവസരങ്ങൾ ഉണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന വാക്ക് നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കേണ്ടിയിരിക്കുന്നു. ഈ സഭയിലെ കുടുംബ പ്രശ്നങ്ങൾ എല്ലാം, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ളതായ എല്ലാ പ്രശ്നങ്ങളും, വിവാഹ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടട്ടെ. നിങ്ങൾ പറയുന്നു വിവാഹം കഴിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ എനിക്ക് ചിലപ്പോൾ ഭയമുണ്ടാകുന്നുവെന്ന് പറയുന്നവരുണ്ട്. മറ്റു ചിലർ പറയും വിവാഹം കഴിക്കണമെന്നുണ്ട്, എന്നാൽ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? തക്കതായ ആളുകളെ ലഭിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ ആളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, അനുകൂലമായ ആളുകളെ ലഭിക്കുന്നില്ല. ഒന്ന് ശരിയാകുമ്പോൾ മറ്റൊരു കാര്യം ശരിയാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രണ്ട് കാലുകളിൽ ഒരു കാലുണ്ട്, ഒരു കാലില്ല, ഒരു കണ്ണുണ്ട്, ഒരു കണ്ണില്ല, അല്ലെങ്കിൽ രണ്ട് മൂക്കുണ്ട്, രണ്ട് മൂക്കാണോ? അല്ല, ഒരു മൂക്കുള്ളപ്പോൾ ഒരു മൂക്കുണ്ട്, അല്ലെങ്കിൽ രണ്ട് കണ്ണുണ്ടോ? അതല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ സൗന്ദര്യത്തെ നോക്കാൻ പാടില്ല, നിങ്ങൾ തലമുടി നീളമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുവാൻ പാടില്ല, പയ്യന് കഷണ്ടിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവരെ വിവാഹം കഴിച്ചാൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്, ഓർക്കണം. അദ്ദേഹം നല്ലോണം ജീവിക്കും. ബുദ്ധിയുള്ള വ്യക്തികൾക്കാണ് തലമുടി കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുവാനിടയാകും. ബുദ്ധിയില്ലെന്നാണ് വിചാരിക്കുന്നത്. പുറമേ ഉള്ളത് നോക്കരുത് ഒരിക്കലും. എന്നേക്കാൾ വിദ്യാഭ്യാസം കുറവാണ്, എന്നേക്കാൾ ഹൈറ്റ് കുറവാണ്, എന്നേക്കാൾ കറുത്തതാണ്, വെളുത്തതാണ്, ഇങ്ങനെ പുറമേ ഉള്ളത് ഒരിക്കലും നോക്കരുത്. ഇവയൊന്നും കുടുംബ ജീവിതത്തിന് തടസ്സമായി തീരുകയില്ല. ദൈവത്തിൻ്റെ ഹിതമാണ് ഉത്തമം. എനിക്കറിയാവുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 6.5 അടി നീളമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 6.5 അടി ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് 3.5 അടി ഹൈറ്റാണുള്ളത്. അദ്ദേഹത്തിൻ്റെ രണ്ടുപേരുടെ ഫോട്ടോ അവിടെ വെച്ചു. എല്ലാ ആളുകളും അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന കുഴപ്പം? എന്താണ് പ്രശ്നം? എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഉയരമുള്ള ഭർത്താവും ഉയരം കുറഞ്ഞ ഭാര്യയും, അല്ലെങ്കിൽ ഉയരമുള്ള ഭാര്യയും ഉയരമില്ലാത്ത ഭർത്താവും, അപ്പോൾ എല്ലാവരും നിങ്ങളെ നോക്കുവാനിടയാകും. ഹോ, എത്ര നല്ലൊരു കുടുംബമാണ്, ഇവർ എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കുന്നത്? ചിലർ നിങ്ങളെ നോക്കി ഹാ 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 എന്നൊക്കെ ചിരിക്കാനിടയാകും. അങ്ങനെയുള്ളതാണ് ഇന്നത്തെ ലോകം. എന്നാൽ ഇതാണ് യഥാർത്ഥമായ സ്നേഹം, ഇതാണ് യഥാർത്ഥമായ കുടുംബജീവിതമെന്ന് കാണിച്ചു കൊടുക്കുവാൻ കഴിയും. അന്ധതയുള്ള വ്യക്തികൾ പോലും കുടുംബജീവിതം നയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷപാതം വന്നിരിക്കുന്നതായ ഭാര്യയെ സ്നേഹത്തോടെ പരിചരിക്കുന്നതായ ഭർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ കുറവുകളൊന്നും സമാധാനപരമായ ഒരു കുടുംബജീവിതത്തിൻ്റെ തടസ്സമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്, അത് ചെയ്യുവാനാണ് നിങ്ങൾ മുൻപോട്ട് പോകേണ്ടത്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ ആളുകൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിവാഹ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക. വിവാഹം കഴിക്കാത്ത ആളുകൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മക്കളുടെ കരങ്ങളെല്ലാം നീ കാണുന്നുവല്ലോ. കുടുംബജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി പിശാച് ഒരുക്കുന്നതായ പദ്ധതികളെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിപ്പിക്കുമാറാകണം. ഏതു കുടുംബത്തിലാണോ പിശാച് കടന്നു വന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ കലഹിപ്പിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അവരുടെ ഇടയിൽ സമാധാനം കൊടുക്കണമേ. പരസ്പരം ക്ഷമിക്കുവാന്, സഹിക്കുവാന്, താഴ്മയോടെ ആയിരിക്കാൻ, പരസ്പരം സമാധാനത്തോടെ ആയിരിക്കുവാൻ അവരെ സഹായിക്കണമേ അപ്പാ. ഏതു കുടുംബത്തിലാണോ പിശാച് കുതന്ത്രങ്ങൾ, കെണികൾ മെനഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് മുഖരിതമായ പരിസ്ഥിതിയിലായിരിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ വഴി നടത്തണമേ, അവരെ വിടുവിക്കണമേ, വഴി കാണിച്ചു കൊടുക്കണമേ, അത്ഭുതം ചെയ്യുമാറാകണമേ.
അവരെ നീ വിടുവിക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ വിടുതൽ കൊടുക്കണമേ. യൗവനക്കാരായിരിക്കുന്ന മക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയിലായിരിക്കുന്ന എല്ലാ യൗവനക്കാരെയും അവർ അവരുടെ ഇഷ്ടപ്രകാരം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാതെ കർത്താവെ നിന്റെ ഹിതമനുസരിച്ചുകൊണ്ട് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കുമാറാകണമേ. ചില ആളുകൾ മക്കളുടെ വിവാഹ വിഷയത്തിനു വേണ്ടി കർത്താവെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കൾ മക്കളുടെ വിവാഹകാര്യത്തിനു വേണ്ടി കർത്താവെ അങ്ങയോട് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ വിഷയത്തിൽ നിന്റെ ഹിതം നിറവേറ്റുമാറാകണമേ അപ്പാ. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവൻ ഉത്തമനാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവല്ലോ. നിന്റെ ഹിതം ചെയ്യുവാൻ അവരുടെ ജീവിതത്തിൽ നീ അവരെ സഹായിക്കണമേ അപ്പാ. നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന നല്ല കുടുംബങ്ങളായിട്ട്, ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് വിവാഹം ചെയ്യുന്ന നല്ല കുടുംബങ്ങളായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിനു വേണ്ടി ഫലം കായ്ക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. നിന്റെ കുടുംബത്തെ കർത്താവ് പണിയുവാനിടയാകും. നിന്റെ ഭർത്താവിനെ ദൈവം മാറ്റുവാനിടയാകും. നിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ദൈവം മാറ്റം കൊണ്ടുവരും. അവരുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നടക്കുമ്പോൾ സൗമ്യതയോടുകൂടെ, ജ്ഞാനത്തോടുകൂടി, സുബോധത്തോടുകൂടി പരസ്പരം സ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം പിശാചാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹത്തോടെ, താഴ്മയോടെ, ക്ഷമയോടെ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെങ്കിൽ ഫോൺ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെപ്പോഴും ഒരുക്കത്തോടെയിരിക്കുന്നു. മറക്കാതെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരുന്ന് ദൈവത്തിൻ്റെ കൃപയില്ല, സമാധാനമില്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? നിങ്ങൾ ഇരുവരും ചേർന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉദരബലം നൽകുവാനായിട്ട് ആ ദൈവം മതിയായ ദൈവമാണ്. നല്ലൊരു പൈതലിനെ ദൈവം നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾക്ക് ദൈവത്തിൽ സന്തോഷിക്കാനും ഇടയാകും. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ല എങ്കിൽ കർത്താവിനോട് ആ വിഷയത്തിനു വേണ്ടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും. ആ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഉദരഫലത്തെ നൽകും. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. അനുഗ്രഹീതമായ ശുശ്രൂഷ നിങ്ങളും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ പ്രേരണയുണ്ടെങ്കിൽ നിങ്ങളുടെ സംഭാവനയും സഹായവും ഓൺലൈനിൽ കൂടി DDML കൂടി അയച്ചുതരാൻ കഴിയും. നിങ്ങൾ അയക്കുന്ന സംഭാവനകളെല്ലാം തന്നെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു. അതിന് അനേക രീതിയിൽ നിങ്ങൾക്കും പ്രതിഫലം ലഭിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 08939393939 എന്ന നമ്പറിലേക്ക് വിളിക്കുക. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. എന്റെ കുടുംബം ഇനിയും അനുഗ്രഹിക്കപ്പെടില്ല. വിവാഹമോചനത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. എന്റെ ഭർത്താവിനെ ആർക്കും മാറ്റുവാൻ കഴിയില്ല. ഇവളോടൊപ്പം ജീവിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന നിരാശയോടെ ആയിരിക്കുകയാണോ? ഈ ദുഷ്ടിയായ ഭാര്യയെ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ചു പോവുകയാണോ? നോക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. മറക്കരുത്, നിങ്ങളെ രണ്ടുപേരെയും ചേർക്കുവാൻ കഴിയുന്ന, സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്ന സ്നേഹമുള്ളവനായ യേശുക്രിസ്തു ഉണ്ട് എന്ന് മറക്കരുത്. നിങ്ങൾ ഇവനെ ഉപേക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തി നല്ല വ്യക്തിയായിരിക്കും എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയും? എത്ര വിവാഹങ്ങൾ നാം ചെയ്താലും നാം ആലോചിക്കുന്ന രീതിയിൽ അത് ആകാത്തതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് സന്തുഷ്ടിയോടെ ആയിരിക്കുകയും നിങ്ങളുടെ കുറവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് നിങ്ങൾ പരിശീലിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെങ്കിൽ ആ വിഷയം ഞങ്ങളെ അറിയിക്കുക. കർത്താവിൻ്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയോ തകർക്കപ്പെട്ട കുടുംബങ്ങളെ കർത്താവ് യേശു പണിയുന്നുണ്ട്. അതുപോലെ സമാധാനം നഷ്ടപ്പെട്ട എത്രയോ കുടുംബങ്ങളിൽ കർത്താവ് തൻ്റെ സമാധാനത്തെ നൽകിക്കൊണ്ട് ആ കുടുംബങ്ങളെ സ്വർഗമായിട്ട് മാറ്റുന്നു. നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിൻ്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവനേ
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ